ഓരോരുത്തരുടെ അഭിനയം കാണുമ്പോൾ തോന്നും മമ്മൂക്കയുടെ അഭിനയം കാണുമ്പോൾ തോന്നും മമ്മൂക്ക ഏറ്റവും ബെസ്റ്റ്. അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ മോഹൻലാലിൻ്റെ എണ്ണം കാണുമ്പോൾ ചിലപ്പോൾ മോഹൻലാലിൻ്റെ ഉണ്ട്. ഇപ്പോൾ കണ്ടിറങ്ങുമ്പോൾ മമ്മൂക്കി ബെസ്റ്റ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ പേസ് ആണ് പോകുന്നത്. സെക്കൻഡ് ഹാഫ് അത്യാവശ്യം നല്ല രീതിയിൽ എൻഗേജിങ് ആണ്. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമാണ്. അഭിനയം ഇതിൽ ഓരോരുത്തരുടെ പെർഫോമൻസ് ആണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത്. അർജുൻ അശോകനായാലും സിദ്ധാർത്ഥ ഭരതനായാലും മമ്മൂക്കയായാലും നല്ല രീതിയിൽ എല്ലാവരും ചെയ്തിട്ടുണ്ട്. അപ്പം പെർഫോമൻസ് ഓറിയൻറ്റഡ് മൂവിയും കൂടെയാണ്. ചുമ്മാ പക്ക ഒരു മാസ് എൻ്റർടൈനർ അങ്ങനത്തെ പേടിപ്പിക്കുന്ന രംഗങ്ങളൊക്കെ ഭയങ്കര കുറവാണ്. പക്ഷെ എന്നാലും മേക്കിങ്ങും സൗണ്ടും നല്ലൊരു തിയേറ്ററിൽ ഒന്ന് കണ്ട ഇഷ്ടപ്പെടുന്ന ഒരു പടമാണ്. ഫസ്റ്റ് ഹാഫ് സ്ലോ പേസ് പോകണം. ഇപ്പോൾ ഇതിന് മുമ്പേ ഡയറക്ടറിൻ്റെ പടം ഭൂതകാലം അതും ഇതേപോലെ പോകുന്ന ഒരു പടമാണ്. അപ്പം അത് കണ്ടിട്ടുള്ളതുകൊണ്ട് എനിക്കിത് കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ പേസ് ആയിട്ട് തോന്നുന്നു. സെക്കൻഡ് ഹാഫ് നല്ല രീതിയിൽ എൻഗേജ് ആയിട്ട് പോകുന്നതായിട്ട് തോന്നുന്നു. കണ്ടന്റും പിന്നെ മമ്മൂട്ടിയുടെ അഭിനയവും പിന്നെ മൊത്തത്തിലെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഡയറക്ഷൻ പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം ഇഷ്ടപ്പെട്ടു. എനിക്ക് ബേസിക്കലി ലാഗായിട്ടൊന്നും തോന്നിയൊന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കണ്ടത്. ഡിഫറൻസ് ആയിട്ട് ഉണ്ടായിട്ടാണ് തോന്നിയത്. കാരണം ഇതുവരെ നമ്മളെല്ലാം അങ്ങനെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫുള്ള് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഇത് വന്നപ്പോൾ അത് കണ്ടു നോക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു കഥയുമായിട്ട് ഭയങ്കര ആ ഒരു മുത്തശ്ശി കഥ കണ്ട ഒരു രീതിയിലാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു തീം നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എനിക്ക് അറിയത്തില്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. എനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ ഇറങ്ങി വന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അങ്ങനല്ല, അത് പറഞ്ഞു വയ്ക്കാൻ അറിയത്തില്ല. പക്ഷെ ആ ഒരു കഥയ്ക്കും ആ ഒരു അവതരണത്തിനും ഒക്കെ നമുക്ക് ആ ഒരു സമയം തന്നെയാണ് വേണ്ടത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീം തന്നെയാണ് വേണ്ടത്. അത് എനിക്കും പറയാൻ ഇത് കണ്ടിറങ്ങുന്നതിന് നമുക്ക് മനസ്സിലാവും. ഓരോ പറഞ്ഞ പോലെ ഒരു ആക്ഷൻ അല്ല അഭിനയം എന്നൊക്കെ പറയുന്നത് കൂർപ്പിച്ച് പോവാണെന്ന് പറഞ്ഞു. ശരിക്കും അങ്ങനെ തന്നെയാണ്.